പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പമായിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം ജോഷുവ 3:16. ഇവിടെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ദൈവം എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ വിശ്വാസം ഒപ്പം ദൈവത്തോടുള്ള അനുസരണം ചേർന്ന് നിൽക്കുമ്പോൾ, രണ്ടും ഒരുമിക്കുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഈ വചനഭാഗം ഒരു ദൈവിക അത്ഭുതത്തെ സൂചിപ്പിക്കുക. പ്രത്യേകിച്ച് ജോർദാൻ നദി കരകവിഞ്ഞ് ഒഴുകുന്ന ആ സമയത്ത് ആദാമിനടുത്ത് വെച്ച് നിലച്ചു. ഇസ്രായേൽക്കാർക്ക് വരണ്ട നിലത്തുകൂടി കടക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവർ, ഈ സംഭവം ധ്യാനിക്കുമ്പോഴാണ് ചെങ്കടൽ എങ്ങനെ വിഭജിക്കപ്പെട്ടു, അതുപോലെ ജോർദാൻ നദിയും വിഭജിക്കപ്പെടുന്നു. രണ്ട് സംഭവത്തിലും കാണുന്നത് പ്രകൃതിയുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം വെളിപ്പെടുത്തുകയാണ്. ഒപ്പം പ്രകൃതിയുടെ മേൽ പരമാധികാരം വെളിപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ജോഷുവയുടെ നേതൃത്വത്തെ ദൈവം സാധൂകരിക്കുന്നു. ചെങ്കടൽ കടക്കലിന് സമാനമായ ഒരു വാഗ്ദത്ത പ്രവൃത്തിയാണ്, ദൈവിക ഇടപെടലാണ്, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന ഒന്നാണ്. പ്രിയമുള്ളവർ, ദൂരെ ഒരു അണക്കെട്ടിനെ പോലെ വെള്ളം ഉയർന്നു നിൽക്കുന്നു. കൊയ്ത്തുകാലം കഴിഞ്ഞുകൊണ്ട് വലിയ വെള്ളപ്പൊക്കം പോലെ വരുന്ന അവസ്ഥയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദൈവം തൻ്റെ മക്കൾക്ക് ഭാവിയിലേക്ക് എത്തി നോക്കുന്ന കാനാൻ ദേശത്തേക്കുള്ള വഴിയൊരുക്കുന്നത്. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവ് ജോർദാൻ നദിയെ വിഭജിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈ തരത്തിൽ ഭാവിയിലേക്ക് നമ്മൾ എന്താകുമെന്ന് നോക്കുന്ന അവസ്ഥയിൽ അതിനുവേണ്ടി കർത്താവ് വഴിയൊരുക്കും. ഹല്ലേലൂയ. അങ്ങനെ വഴിയൊരുക്കുന്ന കർത്താവിനെ നാം തിരിച്ചറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ഇതാ ജോർദാൻ നദി കടക്കാൻ പോകുന്നു. എത്തുന്നതിന് മുന്നേ തടസ്സങ്ങൾ കർത്താവ് മാറ്റി നിനക്ക് വേണ്ടിയെല്ലാം ക്രമപ്പെടുത്തുന്നു. അപ്പോൾ വാഗ്ദത്ത പേടകം വഹിച്ച ഈ പുരോഹിതര് അവരെ കാല് ജലത്തെ തൊട്ടുള്ളൂ വെള്ളം വിഭജിക്കപ്പെട്ടു. പിന്നെ അവർ കണ്ടത് വഴിയൊരുക്കുന്നു കാനാൻ ദേശത്തേക്കുള്ള, ഭാവിയിലേക്കുണ്ട് വഴിയൊരുക്കുന്ന, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ചേർത്ത് വയ്ക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാനം. കൂടാതെ പ്രിയമുള്ളവരെ, വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്നതിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള പരിവർത്തനത്തെ ആ നിമിഷം കർത്താവ് സൂചിപ്പിക്കുക. ഇതാണ് പ്രിയമുള്ളവരെ, വിശ്വാസവും അനുസരണവും ഒരുമിച്ച് വരുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും. ഓർക്കുക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഭാവിയെ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ മക്കള് നമ്മൾക്ക് എന്താകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ ചിന്ത, നമ്മുടെ ആഗ്രഹം ദൈവത്തിന് കൊടുക്കുന്നു. ദൈവം വഴിയൊരുക്കും. എനിക്കൊരു ദൈവം വഴിയൊരുക്കും. കാനാൻ ദേശത്തെത്തുവാൻ നമുക്ക് നല്ല കാനാൻ ദേശമാകുന്ന ജോലി, പഠനം എന്തുമായിക്കൊള്ളട്ടെ, അത് നീ സ്വപ്നം കാണണം. അങ്ങനെ സ്വപ്നം കാണുന്ന കാനാൻ ദേശം നിന്റെ ജീവിതത്തെ ഏറ്റവും കംഫർട്ടായ ഒരു അവസ്ഥയാകാം. അത് അവിടെ എത്തിച്ചേരുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ, ഇവിടെ ജോർദാൻ നദി മലവെള്ളം പോലെ പാഞ്ഞൊഴുകുമ്പോൾ, ഡാം പോലെ ഉയർന്നു നിൽക്കുമ്പോൾ, ആ കാനാൻ ദേശമാകുന്ന ജീവിതത്തിൻ്റെ സ്വപ്നം എത്തുവാൻ വേണ്ടി കർത്താവ് നിനക്ക് വഴിയൊരുക്കും. എങ്കിൽ ഈ ദൈവജനത്തിൻ്റെ സ്വപ്നഭൂമിയായ കാനാൻ ദേശത്തേക്ക് പോകാനുള്ള ഒരു യാത്ര പോലെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്വപ്നം കാണുന്ന മനോഹരമാവസ്ഥ എന്താണോ നേടുവാൻ തക്ക തരത്തിൽ കർത്താവ് നിന്നെ സഹായിക്കും. നിന്റെ സ്വപ്നങ്ങൾ ഇതായി വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കും.
ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത് പ്രിയമുള്ളവര്, വിശ്വാസവും അനുസരണം ഒരുമിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് അത്ഭുതമായി മാറും. എത്തേണ്ട നിന്റെ സ്വപ്നത്തിൻ്റെ കാനാൻ ദേശമായി മാറ്റുകയും ചെയ്യും. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.